ഗണേഷ് കുമാറിനെ എനിക്ക് മാനം പോലെ തന്നെയാണ്. ഗണേഷ് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരുന്നു ചേച്ചി ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഞാൻ നാളെ രാവിലെ പോവുകയാണ്. ഗണേഷ് കുമാർ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പൊ ഒരു മൈക്കിന്റെ ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ അവിടെ ഉത്സവവും കാര്യങ്ങളൊക്കെയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുക. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക. ഗണേഷ് കുമാറിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഈ അടുത്ത സമയത്ത് ഗണേഷിനെ കുറിച്ചൊരു വിഷയം വന്നിട്ടുണ്ടായിരുന്നു. സ്വന്തം ഭാര്യ അദ്ദേഹം മറ്റൊരു സ്ത്രീയുടെ കൂടെ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാന്നേ ഉള്ളൂ. അത് അവർ നേരിട്ട് കാണുകയും ചെയ്തു. അവിടെ ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ അവർ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുൾ ഡീറ്റെയിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ അവിടെയുള്ള ഒരാളെ വിളിച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർ ജീവൻ കൊണ്ടാണ് രക്ഷപ്പെടുകയൊക്കെ ചെയ്തത്. പിന്നെ അവരെ വലിച്ചെങ്ങണ്ട് കൊണ്ടുവന്ന് റൂമിൽ പൂട്ടിയിടുകയോ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനിടയ്ക്ക് അവർ പോലീസിനെ വിളിച്ച് പോലീസ് വന്നപ്പോഴത്തേക്ക് ഈ പറയുന്ന ഗണേഷ് കുമാർ എന്തെടുത്ത് നൈസായിട്ട് അവരങ്ങ് പറഞ്ഞു വിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ഈ പറയുന്ന ശ്രീരേഖ IPSനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ശ്രീരേഖ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഇടപെട്ടില്ലായിരുന്നു, ഒരു ഫാമിലിയും അവർ രണ്ടുപേരും ഒന്നായി അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇടപെട്ടില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇവർ CEO ആയിരിക്കുന്ന ആ കമ്പനി തന്നെ ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെന്തോ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഗണേഷിനോട് പറഞ്ഞു. പുള്ളിക്ക് പറ്റത്തില്ല. അതിൻ്റെ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ചുരുപ്പാണ് അവർ സത്യം പറഞ്ഞാൽ തീർത്തത്. ഇപ്പോൾ അവരുടെ ഇടയിൽ ഒരു ധാരണയൊക്കെ വന്നു കഴിഞ്ഞ് ഇതേ കിടക്കുന്നു. ഗണേഷിന് ഒരു കുഴപ്പമില്ല. ആ ഒരു വിഷയം 1-2 ദിവസം മാത്രം സോഷ്യൽ മീഡിയ ഓടിക്കൊണ്ടുപോയി. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയങ്ങൾ എത്ര നാൾ കുമാർ ചർച്ച ചെയ്ത്, എത്ര നാൾ കുമാർ പ്രശ്നം ഉണ്ടാക്കി, എത്ര ഗണേഷ് കുമാർ പറയാൻ അവന്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. സരിതയെ കൊണ്ട് ഉമ്മൻചാണ്ടിയോട് ചെയ്ത ദ്രോഹങ്ങളോ. ഓക്കെ, ആ ഗണേഷ് കുമാർ ഇപ്പൊ ഇലക്ഷന് നിൽപ്പുണ്ട്. ജനങ്ങളോട് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, അറിഞ്ഞു പെരുമാറുക, ഇവനെ പോലുള്ളവന്മാരൊന്നും ജയിപ്പിക്കാതിരിക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ വൈഫ് ഈ പറയുന്ന ഗണേഷ് കുമാറിനെ കുറിച്ച് പറയുന്നുണ്ട്. അവർ ക്ഷമിച്ചെന്നുള്ള രീതിയിലാണ്. അതിലോട്ട് നമുക്ക് പോകുന്നതിന് മുമ്പ് വൈഫിന്റെ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്തിട്ട് വരാം. ഗണേഷ് കുമാറും ഭാര്യ ബിന്ദു മേനോനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുകയാണ് ശ്രീരേഖ. മന്ത്രിയുടെ വീട്ടിൽ വെച്ച് മോശം അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞ ബിന്ദു തന്നെ വിളിച്ചിരുന്നു. ബിന്ദുവിനെ സഹായിക്കാനായി താൻ കൊല്ലം SP വിളിച്ചു. പിന്നീട് പ്രശ്നം ഒത്തുതീർപ്പായതിനാൽ താൻ ഇടപെട്ടില്ല എന്നും ശ്രീരേഖ മനോരമ ന്യൂസിനോട് പറയും. ഒരു പെണ്ണ് കരഞ്ഞ്, അതും ഒരു മന്ത്രിയുടെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ രീതി മാത്രമേ എടുത്തുള്ളൂ. അവർക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോഴേ, ഈ ഗണേഷിന്റെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികൾ അവരെ ആക്രമിക്കുക എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല. അവിടെ പോലീസുകാർ വന്ന സമയത്ത് ആ പോലീസ് തിരിച്ചു പോയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടുത്തെ കേരളത്തിലെ പോലീസിന്റെ എത്രമാത്രം അച്ചടക്കം ഉണ്ടെന്നുള്ള രീതിയിലാണ്. ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ശ്രീരേഖ IPS അതിന് ഇവർ തമ്മിൽ ഒത്തുതീർപ്പെന്നല്ല. ആ പെണ്ണിന് നരകമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഇത് ചെയ്യണമായിരുന്നു. നിനക്കൊക്കെ ഇങ്ങോട്ട് സ്വർണം കട്ടത് ആരപ്പ, കോൺഗ്രസ് അപ്പ, കമ്മ്യൂണിസ്റ്റ് അപ്പ എന്നൊക്കെ കടന്ന് ഈ പെണ്ണുമ്പിള്ളേർന്ന് പറയുന്നുണ്ടല്ലോ. ഇവർ എന്ത് യോഗ്യതയുണ്ട്? ഇവർക്ക് എന്ത് യോഗ്യതയുണ്ട്? IPS ആയിട്ട് വല്ല ഇരുന്നാൽ പോരെ. എന്തിനാ രാഷ്ട്രീയത്തിന് ഇറങ്ങിയിരിക്കുന്നത്? ഗണേഷിന്റെ വൈഫ് എന്റെ ഹസ്ബൻഡിന്റെ ഫസ്റ്റ് കസിനാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ കുട്ടിയെ നേരത്തെ തന്നെ അറിയാം. ഈ ഗണേഷുമായിട്ടുള്ള ബന്ധം വരുന്നതിന് മുമ്പ് തന്നെ അറിയാം. അതിനുശേഷം ഇങ്ങനെ പല പ്രാവശ്യം പ്രശ്നം വരുമ്പോഴും അത് ആദ്യം എന്നെയാണ് വിളിക്കാറ്. അപ്പൊ അതുപോലെ ഒരു ദിവസം വിളിച്ചു എന്നാണ്, അതിന്റെ തലേ ദിവസവും വിളിച്ച് പറഞ്ഞിരുന്നു, ചേച്ചി ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട്, ഞാൻ നാളെ രാവിലെ പോവുകയാണ് അങ്ങോട്ടേക്ക്. അപ്പോൾ പോകുമ്പോൾ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവുകയാണ്, ഞാൻ ചേച്ചിയെ വിളിക്കും കേട്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞിട്ടാണ് പിറ്റേ ദിവസം ഉച്ചയോടുകൂടി എന്നെ വിളിച്ചത്. വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു മിനിസ്റ്ററുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 112 പെട്ടെന്ന് വിളിക്കൂ, പോലീസിനെ വന്നു കഴിഞ്ഞാൽ പോലീസിനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 112 ഇത്ര നിസ്സാരമായിട്ട് എടുത്തോ? ഇത്ര നിസ്സാരമായിട്ട് ഞാൻ 112 വിളിക്കൂ? ഇതൊക്കെ നിങ്ങൾ നേരിട്ട് ഇടപെടേണ്ട കാര്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഇതൊന്നും നേരിട്ട് ഇടപെട്ടായിരുന്നെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയൊരു സംഭവം, ഒരു ന്യൂസ് ആയേനെ. സീരിയസ് ആയിട്ട് ഇതൊന്നും ഒതുങ്ങിപ്പോയി. അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇവറ്റകൾക്കൊക്കെയാണ് ധാരണയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. കാരണം അവനവന്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി ഏത് രീതിയിലും പോകുന്ന കുറെ നാറികൾ, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. ഇവർക്കൊന്നും അധികാരത്തിരിക്കാനും ജനങ്ങൾ വോട്ട് മേടിക്കാൻ പോലും യോഗ്യതയില്ലാത്തവരാണ്. വിളിച്ചു, പക്ഷേ പോലീസ് കാര്യക്ഷമമായിട്ട് ഇടപെട്ടില്ല എന്നുള്ള കാര്യം പിന്നീട് എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം സീനിയർ ഓഫീസേഴ്സിനെ വിളിച്ച് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ SP നമ്പറും കൊടുത്തു. SP ഞാൻ വിളിക്കുകയും ചെയ്തു. അപ്പോൾ SP പറഞ്ഞു സെൻസിറ്റീവ് ആണല്ലോ വിഷയം, മാഡം ഞാനത് സീനിയർ ഓഫീസറിനോട് സംസാരിച്ചിട്ട് വേണ്ടത് ചെയ്യും. ഓക്കെ, ഈ ഒരു വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ഫേസ്ബുക്കിൽ കാണുന്ന ഓഡിയൻസിനോട് പ്രത്യേകം ഒന്ന് ഷെയർ ചെയ്തേക്കണം. പരമാവധി ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ യൂട്യൂബിൽ നിങ്ങൾ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്നതായിരിക്കും. യൂട്യൂബിൽ അങ്ങനെ ഷെയർ ഓപ്ഷൻസ് കുറവാണ് സത്യത്തിൽ. പരമാവധി ലിങ്കുകൾ എത്തിക്കാൻ ശ്രമിക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് കൊടുത്തിട്ട് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൊടുക്കുക. അഭിപ്രായം കറക്റ്റായിട്ട് പറയണം കേട്ടോ. ഞാൻ എടുത്ത് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതുപോലുള്ള കേസ് കേട്ടുകൾ ജനങ്ങൾ അറിയത്തില്ല. ന്യൂസുകാർ ഒരു കാര്യം സംസാരിച്ചിട്ട് ആ ചർച്ച അവിടെ വെച്ചങ്ങ് അവസാനിക്കും. നമ്മൾ എവിടെ അവന്മാർ നിർത്തുന്നു അവിടുന്ന് നമ്മൾ തുടങ്ങുന്നതാണ് നമ്മുടെ രീതി എന്ന് പറഞ്ഞു. പിന്നെ അതെങ്ങനെയോ പോയി. അപ്പം അതിനുശേഷം ഒന്നും നടക്കാത്തതുകൊണ്ടാണ് ബിന്ദു പ്രസ് കോൺഫറൻസ് നടത്തിയത്. പിന്നെ അതിനെക്കുറിച്ച് ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ പിന്നെ ഐ എം നോട്ട് ഇൻ കോൺടാക്ട്. ഇപ്പം ഞാനിപ്പോൾ ഒരു കുളത്തി വീണ പോലെ ആയി. എന്നെ വിളിച്ചൊരു കാര്യം പറഞ്ഞ് ഞാൻ ഒരു സഹായം കൊടുത്തിട്ട് അവസാനം ഷീ ബാക്ക് ട്രാക്ക് അങ്ങനെയുള്ള ഒരു
എനിക്കിപ്പോൾ പരാതിയില്ല എന്ന് സെറ്റിൽ ചെയ്തു. അവസാനം എല്ലാം കൂടെ എൻ്റെ തലയിലോട്ട് വരുന്ന പോലെ ആയിപ്പോയി. അതെ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ അതിനകത്ത് പ്രതികരിക്കാത്തത്. കാരണം ഇതിങ്ങനെ നേരത്തെയും ഒരുപാട് പ്രാവശ്യം പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഇടപെട്ടിട്ടും അതങ്ങ് സെറ്റിൽ ചെയ്ത് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. നാളെ ഒരിക്കലാ ഈ പറയുന്ന ബിന്ദു വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ബിന്ദു പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇവൻ്റെ കയ്യിൽ എന്തോ ഒരു മുട്ടം പണി കിട്ടുമ്പോൾ ഈ പറയുന്ന ബിന്ദു ആറാകാലം പിടിക്കാൻ പോകും. നാണം കെട്ട വർഗ്ഗങ്ങളൊക്കെ. അല്ല, ഞാൻ അതേ പറയത്തുള്ളൂ. എന്തായാലും ഉമ്മൻചാണ്ടിയുടെ വൈഫ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഗണേശനെ ഇവിടെ ക്ഷമിച്ചു എന്നൊക്കെ. ആ കുടുംബത്തിൻ്റെ എന്തൊക്കെ പറഞ്ഞാലും കുടുംബത്തിൻ്റെ എല്ലാവരും ക്ഷമിച്ചാലും ജനങ്ങളുടെ കണ്ണീരെന്ന് ഒരിക്കലും ഗണേശ് ചെയ്ത ദ്രോഹങ്ങൾ ഒരിക്കലും മാറത്തില്ല. CBI പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടി പാവമാണ്. പക്ഷെ ഇപ്പുറത്തൂടെ സരിത എന്ന് പറയുന്ന ഒരു മോളെ കൊണ്ട് അങ്ങനെ തന്നെ പറയണം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഏറ്റവും വലിയൊരു ദ്രോഹം ആ മനുഷ്യനോട് ചെയ്തത്. കാരണം എനിക്കിപ്പോഴും ഉണ്ട്, ന്യൂസിനകത്ത് ഞാൻ കേട്ടതാണ്, KC വേണുഗോപാലും ഈ പറഞ്ഞ ഉമ്മൻചാണ്ടിയും കൂടെ വലിച്ച് കട്ടിലെടുത്തിട്ട് അതുപോലെ ക്രൂരമായിട്ടുള്ള രീതിയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കി ഇതൊക്കെ വന്ന് പറയുമ്പോഴേ. ആ മക്കളെയും ആ സ്ത്രീയുടെ അവസ്ഥയൊന്നും ആലോചിച്ചേ. മരിക്കുന്നതിന് 1.5 മാസം മുമ്പാണ് CBI റിപ്പോർട്ട് ഇരുന്ന് വായിച്ച അദ്ദേഹം. അതിനകത്തൊന്നുമില്ല, അയാൾ നിരപരാധി. ഇതുപോലെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി കാണിച്ച ഓരോ തോന്നിവാസങ്ങൾ എന്തായാലും അമ്മ പറയുന്നത് കേൾക്കാം. പറഞ്ഞ കാര്യങ്ങൾ എന്റെ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ആ മോനോട് ഞാൻ ക്ഷമിച്ചിരിക്കും. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഉമ്മൻചാണ്ടിയെ സ്മരിക്കാതെ ആരും കടന്നു പോകാറില്ല. ഉമ്മൻചാണ്ടിയുടെ അഭാവത്തിൽ ഈ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികളൊക്കെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുതുപ്പള്ളിയിലെത്തി പ്രാർത്ഥന നടത്തി മടങ്ങാറുണ്ട്. ഇതിനൊക്കെ സാക്ഷിയായി ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മനും എത്തിയിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ ഇപ്പം നമ്മളൊപ്പം ചേരുകയാണ്. ഇത്തവണയും ഒരു തെരഞ്ഞെടുപ്പ് ആസനമായി അല്ലേ? ഉമ്മൻചാണ്ടിയൊക്കെ ഓർക്കുന്നുണ്ട്, ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഇത്തവണ എങ്ങനെയാണ്? അതെനിക്ക് തോന്നുന്നു 2-3 മാസം അടുപ്പിച്ച് തന്നെ ആൾക്കാർ ഇടിച്ചു കയറുമായിരുന്നു അവിടെ തൊടാനും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ. ദൈവമാക്കി കഴിഞ്ഞിടേ മനുഷ്യനെ. ദൈവത്തിനെ പോലെ വന്ന് തൊഴുതിട്ട് പോകാന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു. അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുത്തനെ UK ലണ്ടനിൽ നിന്ന് ഞങ്ങളുടെ ഒരുത്തനെ ഓടി വന്ന്, അതും ആ ബസ് പോയപ്പോൾ കൊച്ചിനുമായിട്ട് കരഞ്ഞുകൊണ്ടോടി ആ മനുഷ്യനെ ഒന്ന് കണ്ടോട്ടെ എന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതുപോലെ ഒരു നല്ലൊരു മനുഷ്യനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇല്ലാണ്ടാക്കി കളഞ്ഞത്. ഇതിൻ്റെയൊക്കെ ക്ഷാമങ്ങൾ നീയൊക്കെ എൻ്റെ അഭിപ്രായത്തില പിണറായി സർക്കാർ ചില സമയത്ത് പറയും, ഞാൻ വരട്ടെ, വീണ്ടും 3ാമത് ഒരു വട്ടം കൂടെ വരട്ടെ, വന്നു കഴിഞ്ഞാൽ അടുത്ത വട്ടം ഈ പാർട്ടി ഭസ്മമായി പോകും, ഭൂമിയിലും ഉണ്ടാവത്തില്ല. അത് നിങ്ങൾ പൂർണ്ണമായിട്ടും അധികാരത്തിൽ വെച്ചു. ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഉമ്മൻചാണ്ടിക്ക് ശേഷം ചാണ്ടി ഉമ്മന്റെ ഒരു പ്രകടനം എങ്ങനെയാണ്? അത് നിങ്ങൾ പറയണം. ഇത്തവണ മികച്ച അത് കറക്റ്റ് കാര്യമാണ്. വീട്ടിൽ ഇരിക്കുന്ന അമ്മയോ അപ്പൂപ്പനോ ഒന്നും അല്ല പറയണ്ട, ജനങ്ങൾ പറയണം അതിന്റെ മറുപടി. ഭൂരിപക്ഷം ഉണ്ടാവും. അത് നിങ്ങൾ പറയണം. എനിക്കത് ഞാൻ സർവേ നടത്തിയിട്ടില്ല, ഞാൻ രാഷ്ട്രീയക്കാരിയില്ല, ഞാനൊരു അമ്മയാണ്. പിന്നെ കേരളം മൊത്തം എനിക്ക് അമ്മ മനസ്സിലായി. പൊന്നെ ഉമ്മൻചാണ്ടി എനിക്ക് തോന്നുന്നത് ഇറക്കി വിടാത്ത ഒരു ഏറ്റവും വലിയൊരു രാഷ്ട്രീയക്കാരിയാന്ന് തോന്നി ഈ വ്യക്തി. പുള്ളിയൊക്കെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ കൗണ്ടറടി ആയിരിക്കും, ഉറപ്പാണ്. നല്ല ഇതുണ്ട്, കഴിവുണ്ട്. ഉമ്മൻചാണ്ടിയുടെ സ്നേഹവും മനസ്സിലവും ഉമ്മൻചാണ്ടി ഞങ്ങളൊന്നും പറഞ്ഞൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ സ്നേഹവും മനസ്സിലും ഞങ്ങൾ കണ്ടുപഠിച്ചു. അതാണ് ഞങ്ങളുടെ ജീവിതം. എൻ്റെ പിള്ളേരുടെ ജീവിത ലക്ഷ്യം അത് തന്നെയാണ്. മനസ്സിലും സ്നേഹത്തോടും കൂടി ഒരു നല്ല കേരളം. ഓരോ തെരഞ്ഞെടുപ്പിലും ചില വിവാദങ്ങളൊക്കെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഇക്കുറിയും ചില വിവാദങ്ങളൊക്കെ ഉയർന്നിരുന്നു. കുടുംബത്തിൽ നിന്ന് 2 പേർ മത്സരിക്കുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് അതിന്റെ കാരണം? വിവാദങ്ങൾ മാധ്യമ സൃഷ്ടിയാണ്. നിങ്ങൾ തന്നെ പറഞ്ഞു എവിടുന്നാ വരുന്നത്, ഞാൻ പോയി ചോദിക്കാം. അങ്ങനെ ഒരു വിവാദങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല, നേരത്തെ തന്നെ എടുത്തിരിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടം പോലെ പറയുന്നത് വിവാദങ്ങൾ മാധ്യമ സൃഷ്ടിയാണ്. എവിടുന്നായി സോഴ്സ് തുടങ്ങിയതിൻ്റെ കൂടെ ഞാൻ കാറെടുത്ത് അവിടെ പേരോട് ചോദിക്കും. മറ്റൊരു കാര്യം, ഗണേഷ് കുമാർ അടക്കം ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് വീണ്ടും ഈ ഓരോ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഗണേഷ് കുമാറിന്റെ ആ ഒരു പ്രസ്താവനകളെല്ലാം തന്നെ കൂടുതൽ വിഷമമുണ്ടാക്കി അങ്ങനെ തന്നെയാണ്. എനിക്കൊരമ്മ മനസ്സാണ്. ഗണേഷ് കുമാറിനെ എനിക്കൊരു മകനെ പോലെ തന്നെയാണ്. ഗണേഷ് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ആ മോനോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പൂർണ്ണമായിട്ട് എല്ലാവരും ക്ഷമിച്ചു. ഇതല്ല ഒരുപാട് വിവാദങ്ങളുണ്ടായുള്ളൂ. അവരോടെല്ലാം ഞാൻ പരിപൂർണ്ണമായിട്ട് ക്ഷമിച്ചിരിക്കുന്നു. ഇതാണ് ഉമ്മൻചാണ്ടി. ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ഉമ്മൻചാണ്ടിയുടെ സംസാരമായിട്ട് തോന്നുന്നത്, പുള്ളി ഇരുന്ന് സംസാരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ. സീരിയസ്ലി പറഞ്ഞാലോ, എനിക്കൊന്ന് അദ്ദേഹത്തിനെ കണ്ട് പഠിച്ചതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ ആ സ്ത്രീക്കും ഉണ്ട്. സത്യം പറഞ്ഞാലോ, ബഹുമാനിക്കണം അവരെ പോലുള്ളവരൊക്കെ. ഒരു പാർട്ടിയെ വളർത്താൻ വേണ്ടി ഒരുത്തനെ കൊല്ലാക്കൊല ചെയ്ത നാറികൾ എന്തെങ്കിലുമൊക്കെ ഇവറ്റകളൊക്കെ കർമ്മയടിക്കും, 100% ഉറപ്പാണ്. ജനങ്ങൾ വിധി എഴുതട്ടെ ഗണേഷ് കുമാറിന്. ബൈ, ലവ് യു ഗൈസ്.